അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. اللهم اذهب البعث رب الناس واشف أنت الشافي لا شفاء إلا شفاؤك شفاء لا يغادر سقما. ألم أهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين. പ്രിയമുള്ളവരെ, ഇന്ന് അള്ളാഹുവിൻ്റെ മഹത്വം എന്നതിനെപ്പറ്റി ഒരു ഇരവാണെന്ന് ഇവിടെ പ്രതിപാദിക്കുന്നു. നമുക്ക് ആ ഇരവിലേക്ക് പോകാം ഇൻഷാ അല്ലാഹ്. ആയത്ത് നാളെ ഇൻഷാ അല്ലാഹ്. ആകാശഭൂമികളൊക്കെയും അവനുള്ളതാ, അതിലുള്ള സകലതും അവനു തന്നായെന്നും. ആകാശഭൂമികളൊക്കെയും അവനുള്ളതാ, അതിലുള്ള സകലതും അവനു തന്നായെന്നും. ആകാശവും ഭൂമിയും അള്ളാഹുവിനുള്ളതാണ്, അതിലുള്ള സർവ്വതും അവനു തന്നെയാണ്. ഭൂമിക്ക് മുകളിൽ ഉള്ള സകല മനുഷ്യരും അതുപോലെ പറവകൾ ഒക്കെയാ ജന്തുക്കളും. ഭൂമിക്ക് മുകളിൽ ഉള്ള സകല മനുഷ്യരും അതുപോലെ പറവകൾ ഒക്കെയും ജന്തുക്കളും. തിരുനോട്ടമുണ്ടേ ഇവകളിൽ അവനെപ്പോഴും, അതുപോലെ തന്നെ കാവലും ഇവകൾക്കുമേ. തിരുനോട്ടമുണ്ടേ ഇവകളിൽ അവനെപ്പോഴും, അതുപോലെ തന്നെ കാവലും ഇവകൾക്കുമേ. പക്ഷിപറവാദികൾക്കും മനുഷ്യർക്കും അള്ളാഹുവിൻ്റെ കാവലുണ്ട് കേട്ടോ. അവൻ്റെ കാവലെന്ന് തെറ്റിപ്പോയാൽ നമ്മളെല്ലാവരുടെയും അവസ്ഥ എന്താണെന്നറിയുമോ? ഉറങ്ങുമ്പോഴും അള്ളാഹുവിൻ്റെ കാവൽ നമുക്കുണ്ട്, യാത്ര ചെയ്യുമ്പോഴും അവൻ്റെ കാവലുണ്ട്, വണ്ടി ഓടിക്കുമ്പോഴും അവൻ്റെ കാവലുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോഴും അവൻ്റെ കാവലുണ്ട്. അങ്ങനെ എണ്ണി പറയേണ്ട കാര്യമില്ല, നമ്മളിൽ മുഴുവനും അവൻ്റെ കാവലുണ്ട് കേട്ടോ. ആരോധരിക്കും സ്വന്തമാണേ സകലതും, അത് മൗഢ്യമാണെന്നുള്ളതാണേ വാസ്തവം. ആരോധരിക്കും സ്വന്തമാണേ സകലതും, അത് മൗഢ്യമാണെന്നുള്ളതാണേ വാസ്തവം. നമ്മളുടെ സ്വത്തുക്കൾ, മുതലുകൾ, നമ്മളുടെ ബന്ധുക്കൾ, മക്കൾ, ഭാര്യ, ഭർത്താവ്, അങ്ങനെ
എല്ലാം നമ്മളെ സ്വന്തമാണെന്ന് നമ്മൾ ധരിച്ചു പോകും. ആ ധാരണ വിഡ്ഢിത്തരമാണ് കേട്ടോ. ഒന്നും നമുക്കുള്ളതല്ല. നമ്മളുടെ ഭാര്യ നമ്മളെ സ്വന്തമാണ് എങ്കിൽ അവൾ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോകുമോ? ഒരിക്കലുമില്ലല്ലോ. നമ്മളുടെ മക്കൾ നമ്മളുടെ സ്വന്തമാണെങ്കിൽ അവർ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോകുമോ? ഒരിക്കലും ഇല്ലല്ലോ. അപ്പോൾ ഒന്നും തന്നെ നമുക്ക് സ്വന്തമല്ല. നമ്മൾ മനസ്സിലാക്കണം. ഒരു വേള ചിന്തയിൽ ഒന്ന് നീ മുഴുകേണം, കണക്കൊക്കെ ഒന്ന് കിഴിച്ച് നീയും അറിയണം. ഒരു വേള ചിന്തയിൽ ഒന്ന് നീ മുഴുകേണം, കണക്കൊക്കെ ഒന്ന് കിഴിച്ച് നീയും അറിയണം. എപ്പോഴും ദുനിയാവ് വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടം പോരാ. ഇടയ്ക്കൊക്കെ ഒന്ന് ശ്വാസം വിട്ടിട്ട് ഒന്ന് തഞ്ചത്തിലിരുന്ന് കൊണ്ട് നമ്മൾ ആ റബ്ബിനെ ഒന്ന് ഓർക്കണം. നമ്മളുടെ അവസ്ഥയൊന്ന് ഓർക്കണം. നമ്മളുടെ രീതികളൊന്ന് ഓർക്കണം. ഇനി നമ്മളുടെ ജീവിതം എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം കേട്ടോ. ആരാണ് ശ്വാസം തന്നത് അറിയാമോ? ആരാണ് വായു തന്നതും അറിയാമോ? ആരാണ് ശ്വാസം തന്നത് അറിയാമോ? ആരാണ് വായു തന്നതും അറിയാമോ? നമ്മളുടെ ശ്വാസം വലിച്ചു വിടുന്നതായ ഈ ശ്വാസമുണ്ടല്ലോ, ഇതാരാണ് നമുക്ക് തന്നത്? നമ്മൾ ഈ ഭൂലോകത്ത് ജീവിക്കുമ്പോൾ വായു വേണമല്ലോ. ആ വായു സഞ്ചാരം നമുക്ക് ആരാണ് തന്നത്? ഒരു വേള ചിന്തിക്കണം കേട്ടോ. എവിടന്ന് നിന്നാ കൊണ്ടുവന്നത് ഓർക്കണേ, പൈസയ്ക്ക് വാങ്ങാൻ കഴിയുമോ ഒരു നാഴിക? എവിടന്ന് നിന്നാ കൊണ്ടുവന്നത് ഓർക്കണേ, പൈസയ്ക്ക് വാങ്ങാൻ കഴിയുമോ ഒരു നാഴിക? എന്തോരം അർത്ഥവത്തായ കാര്യമാണ്. ഈ വായു എവിടെ നിന്നാണ് നമ്മൾ കൊണ്ടുവന്നത്? ശ്വസിക്കുന്നതായ ശ്വാസം എവിടെ നിന്നാണ് നമ്മൾ കൊണ്ടുവന്നത്? പൈസ കൊടുത്താൽ അത് കിട്ടുമോ? അങ്ങനെ കിട്ടിയാൽ തന്നെ എത്ര നാഴിക കിട്ടുമെന്ന് ചിന്തിക്കണം മനുഷ്യ. വല്ലപ്പോഴൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കണം. ആരാണ് വെള്ളം തന്നതും നീനക്കുമേ? കുടിച്ചുള്ള വെള്ളം ഒന്ന് എണ്ണാൻ കഴിയുമോ? ആരാണ് വെള്ളം തന്നതും നീനക്കുമേ? കുടിച്ചുള്ള വെള്ളം ഒന്ന് എണ്ണാൻ കഴിയുമോ? ആരാണ് നമുക്ക് വെള്ളം തന്നത്? നമ്മൾ ഇത്രയും 10, 60, 50 വയസ്സ് വരെ ജീവിച്ച് ഇത്രയും നാൾ നമ്മൾ കുടിച്ചതായി ഈ വെള്ളം ഒന്ന് എണ്ണാൻ പറ്റുമോ എന്നാണ് ആരെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ട്? ഒരു ദിവസം തന്നെ നമ്മളൊന്ന് കൂട്ടി നോക്കണം. ഒരു ദിവസം നമ്മൾ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കും? അപ്പം നമ്മളുടെ വയസ്സ് കണക്കാക്കി നോക്കണം. അപ്പോൾ നമ്മൾ ആ ദിവസത്തെ കണക്കാക്കി, അപ്പം നമ്മൾ കുടിച്ച വെള്ളത്തിൻ്റെ കണക്ക് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഈ വെള്ളം ആരാണ് നമുക്ക് കുടിക്കാൻ തന്നത്? ഇനി കുടിച്ചാലോ അത് പുറത്തൊക്കെ പോകണ്ടേ? അത് നോക്കാം. ആ വെള്ളവും പുറത്തേക്ക് പോയത് എങ്ങനെ? ഇതിനുള്ള കഴിവ് നിനക്ക് ആരാ തന്നത്? അല്ലാഹുവിൻ്റെ മഹത്വമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇരവ്. ആ വെള്ളവും പുറത്തേക്ക് പോയത് എങ്ങനെ? ഇതിനുള്ള കഴിവ് നിനക്ക്
ആരാ തന്നത്? ഇത്രയും വയസ്സായ നീ ഇത്രയും വെള്ളം, എന്തുമാത്രം ലിറ്റർ വെള്ളം കുടിച്ചിട്ടുണ്ടത്? അതൊന്ന് കണക്ക് നോക്ക്, അന്തം വിട്ടു പോകും. അങ്ങനെ കുടിച്ചതായ വെള്ളമെല്ലാം നീ എങ്ങനെയാണ് പുറത്തേക്ക് പോയത്? അത് പുറത്തേക്ക് പോകാനുള്ള കഴിവ് നിനക്ക് ആരാണ് തന്നത് കേട്ടോ? ഒന്ന് ചിന്തിക്കണം മനുഷ്യ. ഇത് ഇരവാണ് കേട്ടോ. ഈ ലോകമെല്ലാം കണ്ട് നീ നടക്കുന്നേ, ഒരു വേള കാണാൻ ഇല്ല കണ്ണ് എങ്കിലോ. ചിന്തിക്കണം. ഈ ലോകമെല്ലാം കണ്ട് നീ നടക്കുന്നേ, ഒരു വേള കാണാൻ ഇല്ല കണ്ണ് എങ്കിലോ. എന്തോ ഒരു കഷ്ടമാണ്. നമ്മളെ രണ്ട് കണ്ണുകൊണ്ടും യഥേഷ്ടം കണ്ടുകൊണ്ട് നടക്കുകയല്ലേ. ലോകം മുഴുവനും നമ്മൾ കാണുന്നു, ആശിക്കുന്നത് കാണുന്നു, എല്ലാം കാണുന്നു. ഒരു വേള ഒന്നാ രണ്ട് കണ്ണിൻ്റെ കാഴ്ചയൊന്ന് പോയാൽ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ മനുഷ്യരെ. ആ റബ്ബിൻ്റെ മഹാത്മ്യം അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. നിനക്കുള്ള അവസ്ഥയും ഒന്ന് ഓർക്കൽ നല്ലതാ, ഇതുകൊണ്ട് റബ്ബേ അറിയുവാൻ കഴിയുന്നതാ. നിനക്കുള്ള അവസ്ഥയും ഒന്ന് ഓർക്കൽ നല്ലതാ, ഇതുകൊണ്ട് റബ്ബേ അറിയുവാൻ കഴിയുന്നതാ. നമ്മൾ ഒരു വേള കണ്ണടച്ചിട്ടൊന്ന് രാത്രിയോ പകലോ ഒന്ന് നടന്നു നോക്കണം. എന്തോ ഒരു ബുദ്ധിമുട്ട്, എന്തോ ഒരു പ്രയാസമായിരിക്കും. അപ്പോൾ പിന്നീട് നമ്മൾ കണ്ണ് തുറന്നും കൂടി ഒന്ന് നടന്നു നോക്കണം. അപ്പോഴേ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചറിയാൻ കഴിയുകയുള്ളൂ. അള്ളാഹുവിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ കേട്ടോ. കണ്ണില്ല എങ്കിൽ നിന്റെ കാര്യം പോക്കാ, കുരുടന്റെ അവസ്ഥയും നീയുമേ കണ്ടില്ലയോ. കണ്ണില്ല എങ്കിൽ നിന്റെ കാര്യം പോക്കാ, കുരുടന്റെ അവസ്ഥയും നീയുമേ കണ്ടില്ലയോ. നിന്റെ ചിലപ്പോൾ അയൽവാസി കുരുടനായിരിക്കാം, അല്ലെങ്കിൽ നീ യാത്ര ചെയ്യുമ്പോൾ കുരുടന്മാരെ കണ്ണ് കാണാത്തവരെ നിങ്ങൾ കാണാറില്ലേ? അവരുടെ അവസ്ഥ എന്തോ ഒരു ദയനീയമാണ്. അതുപോലെ നമുക്ക് കണ്ണില്ലായിരുന്നു എങ്കിൽ നമ്മളുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ. മിടുപ്പുള്ള ഹാർട്ട് ഒന്ന് നിന്നാൽ പൊന്നേ, തീർന്നില്ല എല്ലാം ഒന്ന് ഓർക്കേ കണ്ണേ. മിടുപ്പുള്ള ഹാർട്ട് ഒന്ന് നിന്നാൽ പൊന്നേ, തീർന്നില്ല എല്ലാം ഒന്ന് ഓർക്കേ കണ്ണേ. മിടുപ്പ്, ആ മിടിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ ഹൃദയം, അതങ്ങാ മിടിപ്പൊന്ന് നിന്നു പോയാൽ എല്ലാം കഴിഞ്ഞില്ലേ. ചിന്തിച്ചു നോക്കണം. ആ മിടുപ്പ് അതാരാണ് മിടിപ്പിക്കുന്നത്? അല്ലാഹുവാണ്. അല്ലാഹുവിൻ്റെ കഴിവ് അപാരമാണ്, അവൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങൾ. ഒടിക്കിതച്ച് വാരി കൂട്ടിയതൊക്കെയും കൈമോശവും വന്നില്ലയോ മരമണ്ട. ഒടിക്കിതച്ച് വാരി കൂട്ടിയതൊക്കെയും കൈമോശവും വന്നില്ലയോ മരമണ്ട. എന്തുമാത്രം കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യമെല്ലാം ഈ ഹൃദയത്തിൻ്റെ മിടുപ്പ് നിൽക്കുന്നതോടുകൂടി എല്ലാം നിലച്ചു പോയില്ലേ.
നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിന്റെ സമ്പാദനം അത് പിന്നെ നിനക്കൊന്ന് രുചിച്ചു നോക്കാൻ കഴിയുമോ എന്നാണ്. ആരാന്റെ കണ്ണീരൊക്കെയും അതിലുണ്ടേ, ഓർത്തൊന്ന് നോക്കേ രക്ഷയും നേടാനാ. ആരാന്റെ കണ്ണീരൊക്കെയും അതിലുണ്ടോ, ഓർത്തൊന്ന് നോക്ക് രക്ഷയും നേടാനാ. ഞാനും നിങ്ങളും സമ്പാദിച്ച സമ്പാദ്യത്തിൽ വല്ലവൻ്റെയും കണ്ണീരിൻ്റെ ഉപ്പിൻ്റെ രസമുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ. ആരെയെങ്കിലും കൊള്ളയടിച്ച ധനമാണോ, ആരെയെങ്കിലും പറ്റിച്ച ധനമാണോ, ആരെയെങ്കിലും നമ്മൾ വാരിയെടുത്ത ധനമാണോ, ഏതെങ്കിലും പാവപ്പെട്ടവല്ല കണ്ണീര് ആ ധനത്തിലുണ്ടോ എന്ന് നമ്മൾ ഒരു വേള ചിന്തിക്കണം കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു ചായ കുടിക്കാൻ 10 രൂപ കടയിൽ കൊടുക്കുമ്പോൾ ആ 10 രൂപ നമ്മൾ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ആ 10 രൂപ ചായക്കടക്കാരന് കൊടുക്കാൻ നോക്കുമ്പോൾ ഒരു വേള ഒന്ന് ചിന്തിച്ച് നോക്കണം, ഈ 10 രൂപയിൽ ഏതെങ്കിലും പാവപ്പെട്ടവൻ്റെ കണ്ണീരിൻ്റെ ഉപ്പിൻ്റെ നനവുണ്ടോ? ആർക്കെങ്കിലും ഇഷ്ടപ്പെടാത്ത രീതിയിൽ പണം സമ്പാദിച്ച ഈ 10 രൂപ സമ്പാദിച്ചതാണോ? ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതെ ഞാൻ സമ്പാദിച്ചതാണോ എന്ന് ആ ചായ കുടിക്കുന്നതിന് മുന്നേ തന്നെ ചിന്തിക്കണം കേട്ടോ. അങ്ങനെ ചിന്തിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ നീ ആ ചായ കുടിച്ചിട്ട് നിന്റെ കയ്യിലുള്ള 10 രൂപ കൊടുക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്നറിയുമോ? വല്ലവൻ്റെയും കണ്ണീര് അതിലുണ്ട് എങ്കിൽ നിനക്കത് ദഹിക്കില്ല, അത് ഹറാമായില്ലേ എന്നാണ് വാസ്തവം. ചിന്തിക്കണം കേട്ടോ. ആരുടെയെങ്കിലും നമ്മളെ സമ്പാദ്യത്തിൽ ആരുടെയെങ്കിലും ഒക്കെ കണ്ണീരുകളുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. വെട്ടിപ്പിടിച്ചതൊക്കെയും ആർക്കുള്ളതാ, അന്യൻ്റെ കണ്ണീർ ഒക്കെയും അതിലുണ്ടോ? വെട്ടിപ്പിടിച്ചതൊക്കെയും ആർക്കുള്ളതാ, അന്യൻ്റെ കണ്ണീർ ഒക്കെയും അതിലുണ്ടോ? വല്ലവൻ്റെയും അതിര് തോണ്ടി കുറച്ചുകൂടെ മണ്ണിങ്ങോട്ടെടുത്താൽ നിന്റെ വസ്തുവിന് വീതി കിട്ടുമെന്ന് ചിന്തിച്ച് നീ വല്ലവൻ്റെയും കണ്ണീരിൻ്റെ ഉപ്പിൻ്റെ രസമുള്ളതായ മണ്ണ് നീ കുഴിച്ചെടുത്തില്ലേ? ഓർക്കണം കേട്ടോ. നിന്റെ മണിമാളിക നീ എങ്ങനെയാണത് മാളികയാക്കിയത്? നിന്റെ സൂപ്പർ മാർക്കറ്റ് നീ എങ്ങനെയാണതൊരു മാർക്കറ്റാക്കിയത്? നിന്റെ ബിസിനസ് സ്ഥാപനങ്ങൾ, നിന്റെ വാഹനങ്ങളെല്ലാം അത് നിന്റേത് സ്വന്തമാക്കിയപ്പോൾ ഏതെങ്കിലും പാവപ്പെട്ടവൻ്റെ കണ്ണീര് അതിലുണ്ടോ എന്നൊരു വേള ചിന്തിക്കണം കേട്ടോ. പരിശോധനയ്ക്കായി തുനിയണേ നീ ഇന്നേ, ഹാർട്ടിൻ്റെ മിടുപ്പും നിൽക്കുമേ അതിൻ മുന്നേ. പരിശോധനയ്ക്കായി തുനിയണേ നീ ഇന്നേ, ഹാർട്ടിൻ്റെ മിടുപ്പും നിൽക്കുമേ അതിൻ മുന്നേ. ആ ഹാർട്ടിൻ്റെ മിടുപ്പ് നിൽക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നീ ഒന്ന് പരിശോധിക്കണം കേട്ടോ. നിന്റെ സമ്പാദ്യത്തിൽ ഹറാമ് വന്ന് കൂടിയിട്ടുണ്ടോ എന്ന്. ആയുസ് മുഴുവൻ ശേഖരിച്ചതൊക്കെയും കളഞ്ഞിട്ട് പോണം ഒരു ദിനം വരുന്നുണ്ടേ.
ആയുസ് മുഴുവൻ ശേഖരിച്ചതൊക്കെയും കളഞ്ഞിട്ട് പോണം ഒരു ദിനം വരുന്നുണ്ടേ. ആയുസ് മുഴുവനും സമ്പാദിച്ചു കൂട്ടിയതെല്ലാം ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഒരു ദിവസം എല്ലാം രണ്ട് കൈയും മലർത്തി നമുക്ക് പോകേണ്ട ഒരു ദിവസമുണ്ട്. ആ ദിനത്തെ പറ്റി ഞാനും നിങ്ങളും ഓർക്കണം കേട്ടോ. പിന്നുള്ള ജീവിതം ഹൈറ് ആകാൻ നീയുമേ എന്തേലുമുണ്ടോ നിന്റെ കയ്യിൽ നന്മകൾ? പിന്നുള്ള ജീവിതം ഹൈറ് ആകാൻ നീയുമേ എന്തേലുമുണ്ടോ നിന്റെ കയ്യിൽ നന്മകൾ? മരണത്തിന് ശേഷമുള്ളതായ നിന്റെ ജീവിതത്തിലേക്ക് വല്ല നന്മയുമുണ്ടോ? എന്തെങ്കിലും നന്മ നീ ശേഖരിച്ച് വെച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നമ്മൾ മരണമടഞ്ഞു പോകുന്ന സമയം മുതൽ നമുക്ക് സമ്പാദ്യം വേണം. അതിനുവേണ്ടി നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ല നന്മകളായ കാര്യങ്ങൾ നമ്മൾ ശേഖരിച്ച് വെക്കണം കേട്ടോ. ചിന്തിച്ച് നോക്ക് ഇന്ന് തന്നെ കൂട്ടരെ, സമയം കുറച്ച ഓർക്ക് നല്ലത് തന്നെയാ. ചിന്തിച്ച് നോക്ക് ഇന്ന് തന്നെ കൂട്ടരെ, സമയം കുറച്ച ഓർക്ക് നല്ലത് തന്നെയാ. ഇന്നേ നമ്മളെല്ലാവരും ചിന്തിക്കണം കേട്ടോ. സമയമില്ല, നമുക്കാർക്കും സമയമില്ല. അസുറായീൽ എപ്പോൾ വരുമെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നല്ല കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. നമ്മുടെ സമ്പാദ്യത്തിൽ ആരുടെയെങ്കിലും കണ്ണീര് വീണുപോയിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾ നല്ല മാർഗത്തിലേക്ക് ആ സമ്പാദ്യം മാറ്റിയിട്ട് നിങ്ങളുടെ സ്വന്തം സമ്പാദ്യം മാത്രം ഉപയോഗിക്കണം കേട്ടോ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا رب ارحمهما كما ربياني صغيرا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. ഖുർആൻ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇൻഷാ അല്ലാഹ് ഇതുപോലെയൊക്കെയുള്ള ചെറിയ ചെറിയ നുറുങ്ങുകൾ നമുക്ക് കേൾക്കാം, പഠിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നാളെ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.